ഹലോ, ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് കോൺഫ്ലോർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോളോവർ റെസിപ്പി വെച്ചാൽ എങ്ങനെയാണ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് തേങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ചൈനാഗ്രാസ് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളവും ചൈനാഗ്രാസും കുറച്ച് ഷുഗറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത് കുറച്ച് ഫ്രിഡ്ജിലും കുറച്ച് പുറത്തും വെച്ചാണ് കേട്ടോ ഞാൻ സെറ്റാക്കി എടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 1.5 കപ്പ് പാലും ഷുഗറും ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചൈനാഗ്രാസ് ഒക്കെ ചേർത്ത് കൊടുത്തുള്ള മിക്സ് ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് വെച്ച് ഇത് സെറ്റാക്കി എടുക്കുന്നത്. പക്ഷേ ഇതാണ് കേട്ടോ പുറത്ത് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെയാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്കിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പീസുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോക്കനട്ടിന് പകരം ഇളനീർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ.